കോൺഗ്രസ് നേതാക്കൾ 12 മണി മുതൽ 2 മണി വരെ രാജ്ഭവൻ്റെ മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തുകയാണ്. നാളെ രാവിലെ 10 മണിക്ക് KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും DCC പ്രസിഡന്റുമാരുടെയും ഒരു സംയുക്ത യോഗം ഇവിടെ കൂടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് കൂടുന്നത്. ആ യോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ 12 മണി മുതൽ 2 മണി വരെ. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഇന്നലെ പൗരത്വ നിയമത്തിൻ്റെ ഈ റൂൾസ് അത് വിജ്ഞാപനം ചെയ്ത നടപടി വാസ്തവത്തിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. BJP ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ, ജനങ്ങളിൽ വിദ്വേഷം വരുത്താൻ ഉള്ള ശക്തമായിട്ടുള്ള നടപടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിൽ വർഗീയമായൊരു ധ്രുവീകരണം ഉണ്ടാക്കുക, അതിനുള്ള ഒരു മുദ്രാവാക്യമായിട്ടാണ് പെട്ടെന്ന് അവർ ഈ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ തന്നെ അനിശ്ചിതത്വമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെയാക്കി മാറ്റി. അത് നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ ധൃതി പിടിച്ച് ഈ വിജ്ഞാപനം ഇറക്കിയത് ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. കോൺഗ്രസ് ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൊടുത്ത കേസുകൾ തീർപ്പാക്കാതെ ഇപ്പോഴും കിടക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഇടയിൽ ഗുരുതരമായ ഭയം, അരക്ഷിതാവസ്ഥ ഇതൊക്കെ സൃഷ്ടിക്കാനാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഹാർമണി പരിപൂർണമായി തകർത്തുകൊണ്ട് ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുക എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ വിജ്ഞാപനം ഭരണഘടനാ വിരുദ്ധമാണ്. CAA പാർലമെൻറ്റ് ഭേദഗതി ബിൽ പാസ്സാക്കിയെന്ന് പറഞ്ഞാൽ ഭരണഘടനയിൽ നൽകുന്നത് എന്താണ്? എല്ലാവർക്കും ഈ ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് ജീവിക്കുന്ന എല്ലാവർക്കും ജാതി മത വ്യത്യാസമല്ലേ പൗരത്വം നൽകുക എന്നുള്ളതാണ് ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. ആ ഭരണഘടനാ ലംഘനം നടത്തിക്കൊണ്ട് ഭരണഘടനാ വിരുദ്ധമായ ഒരു തീരുമാനം നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ UDF പല്ലും നഖവും ഉപയോഗിച്ച് ഈ നിയമം നടപ്പിലാക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളുമായിട്ട് പോകും. ഞങ്ങളതിനെ ലീഗലായി പൊളിറ്റിക്കലായി ഫൈറ്റ് ചെയ്യുമെന്ന് AICC പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തു UDFൻ്റെ നേതൃത്വത്തിൽ എല്ലാ കക്ഷികളും ചേർന്ന് കേരളം ഒട്ടുക്ക് ഇതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ. അതിൽ UDFന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസും ആ പ്രക്ഷോഭത്തിൽ മുൻപന്തിയിൽ നിൽക്കും. നാളെ KPCC നടത്തുന്ന ഈ പ്രക്ഷോഭം ഞങ്ങൾ ഈ നിയമത്തിനെതിരായി ഇതിനെ ശക്തിമായി ചെറുക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുകയില്ല. സന്തോഷം. കാരണം നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയതാണ്. ഞങ്ങളും LDFും ചേർന്നാണ് പാസ്സാക്കിയത്. പക്ഷേ നേരത്തെ പൗരത്വ നിയമത്തിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും കേരളത്തിൽ നടന്നു. അന്ന് ആ പൗരത്വ നിയമത്തിൽ ഗുരുതരമായ വകുപ്പുകളിട്ട് എല്ലാവർക്കും എതിരെ കേസെടുത്തു. ആ കേസുകൾ പിൻവലിക്കാമെന്ന് എത്ര പ്രാവശ്യം മുഖ്യമന്ത്രി ഗവൺമെൻറ് ഉറപ്പ് നൽകി. ഇപ്പോഴും കേസ് പിൻവലിച്ചിട്ടില്ല. വലിയ വീരവാദം പറയുന്ന മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ബാക്കി കേസുകൾ കൂടി ഒന്ന് പിൻവലിക്കാമോ? കേസ് പിൻവലിക്കാത്ത മുഖ്യമന്ത്രിയായിപ്പോൾ പറയുന്നത് ഞങ്ങളിവിടെ നടപ്പിലാക്കിയില്ല. നിയമസഭ ഏകകണ്ഠമായി പാസ്സാക്കിയതല്ലേ. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഇതിലുണ്ടെങ്കിൽ, ഈ പ്രഖ്യാപനത്തിലുണ്ടെങ്കിൽ പൗരത്വ നിയമത്തിനെതിരായി സമരം നടത്തിയവർക്കെതിരെയുള്ള കേസുകൾ ഉടൻ പിൻവലിക്കണം. ഇന്ന് എല്ലായിടത്തും മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട് UDFൻ്റെ നേതൃത്വത്തിൽ.